ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അതിരപ്പള്ളിക്കാണ്. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിത്തെ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് കയറി. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത്. വേനലായ കാരണം അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി കുളിച്ചില്ല. വേനലാണെങ്കിലും വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടാ. നിങ്ങൾ നോക്കിയേ. അങ്ങനെ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കിപ്പോയിരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ മലക്കപ്പാറ ലക്ഷ്യമാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ ഞങ്ങൾ പാസ് എടുത്തു. നല്ല വാൽപ്പാറയിലെ ആക്സിഡന്റ് പറ്റിയതല്ലേ, അങ്ങോട്ട് പോവാൻ പറ്റുമോന്ന് അവിടുത്തെ ഗാർഡിനോട് ചോദിച്ചു. ഒരു പേരും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യപൂർവ്വം പോയി വരുമെന്ന് ഗാർഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മലക്കപ്പാറയിലെത്തി അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങളിപ്പോൾ മലക്കപ്പാറയിലാണ്. ഞങ്ങൾ ആ കാണുന്ന ഹോട്ടലിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഹോട്ടലിന്റെ പേര് കൃഷ്ണേട്ടന്റെ കട. ഈ ഹോട്ടലിൽ നടത്തുന്നത് കാട്ടൂരുള്ള നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അത് കാരണം എനിക്ക് ഒത്തിരി ഭക്ഷണം കിട്ടി. ഞാൻ നല്ല ഹാപ്പിയാണ്. ഇനി മലക്കപ്പാറ വരുന്നവര് കൃഷ്ണേട്ടന്റെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ മറക്കരുത്. അവിടുത്തെ തേയിലത്തോട്ടത്തിൽ പോയിട്ട് ഞങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ കൃഷ്ണേട്ടന്റെ കടയുടെ തൊട്ടടുത്ത് ഒരു കോവിലിട്ടാ, അതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഷോളയാർ ഡാം കണ്ടിട്ട് തിരിച്ചു പോന്നു. വാൽപ്പാറ കാണാൻ വേണ്ടി പോയില്ല. ഞങ്ങൾക്ക് ഒരു പേടിയും വിഷമവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാഞ്ഞത്. അഭിപ്പാപ്പന്റെ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഞങ്ങൾ തിരിച്ചു പോകുന്ന ഇടയിൽ ഇതാ ഒരു സിംഹവാലം കുഴങ്ങാൻ. അത് കഴിഞ്ഞപ്പോ ഒരു മയില്, നല്ല ഭംഗിയുള്ള മയില്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങളെന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നിന്നിരുന്നതാട്ടാ. പക്ഷെ ഞങ്ങളൊന്നും കൊടുത്തില്ല. ഫോറസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഒരു ചായക്കട കണ്ടു. ഞങ്ങൾ അവിടെ കയറി ചായ കുടിച്ചു. പിന്നെ കണ്ടത് ഒരു അത്ഭുതമാണ്. ആദ്യമായിട്ട് ഞാൻ കാട്ടാനനെ കണ്ടു. തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ വാഴച്ചാല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ കയറി. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്നെത്തിയപ്പോൾ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ ലാസ്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ ഇരിങ്ങാലക്കുട വൃന്ദാവനത്തിൽ കയറിയിട്ട് മസാല ദോശ കഴിച്ചിട്ട് പിരിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ.